അസ്സലാമലൈക്കും എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പി ആയിട്ടാണ്. ഒരുപാട് എണ്ണയൊന്നും യൂസ് ചെയ്യാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസൊക്കെ വെച്ചിട്ട് തയ്യാറാക്കിയെടുക്കാൻ പറ്റിയൊരു ചിക്കൻ ഫ്രൈഡ് റെസിപ്പിയാണിത്. അപ്പോൾ നമുക്ക് ഒട്ടും വൈകാതെ തന്നെ ഇതെങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. ഞാനിവിടെ 600 ഗ്രാം ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ളതാണ്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ സാധാരണ മുളക് പൊടിയാണെങ്കിൽ ഇത്രയും തന്നെ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ ഒരു മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് കളർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഫുഡ് കളർ കൂടെ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ്, ഒരു 3 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കുമ്പോൾ നന്നായിട്ട് ചതച്ചെടുത്തതിന് ശേഷം മാത്രം ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് മല്ലിയില ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂണോളം ലെമൺ ജ്യൂസ് കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് കൈ വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിവിടെ കൈ വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഒരു 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അപ്പോൾ ഞാനിവിടെ റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കുന്നില്ല. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. ഞാനിവിടെ നമ്മുടെ ചിക്കൻ ഒരു ചട്ടിയിലോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണേൽ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുക്കുക. അങ്ങനെ ആകുമ്പോൾ ഒരു 2 വിസിലൊക്കെ വരുന്നവരെ വെയിറ്റ് ചെയ്താൽ മതിയാവും. അപ്പോൾ ഞാനിവിടെ ഒരു ചട്ടിയിലോട്ട് ചിക്കനൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഒരുപാട് വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ഒരു 1/2 ഗ്ലാസോളം വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത്. കാരണം നമുക്കിത് വേവിച്ചെടുക്കുന്ന സമയത്ത് ആ ഒരു ചിക്കനിന്നൊക്കെ വെള്ളം പുറത്തോട്ട് വരാൻ തുടങ്ങും. അതുകൊണ്ട് ഒരുപാട് വെള്ളം ഒഴിച്ച് കൊടുക്കണ്ട. ഞാനിവിടെ ഫ്ലെയിം ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 8 മിനിറ്റാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അത് നമ്മുടെ കയ്യിലുള്ള ചിക്കൻ അനുസരിച്ച് വേവിക്കുന്ന ടൈമിലൊക്കെ മാറ്റം വരും. അപ്പോൾ നമുക്കിത് മുഴുവനായിട്ട് വെന്ത് കിട്ടേണ്ട ആവശ്യമില്ല. ഒരു 85% വെന്ത് കിട്ടിയാൽ മതിയാവും. ഇനി ഞാനിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 8 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ അത്യാവശ്യം നന്നായിട്ട് വറ്റി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ ഇവിടെ നന്നായിട്ട് വെന്തും വന്നിട്ടുണ്ട്. എന്നാലും വെന്ത് ഉടഞ്ഞു പോയിട്ടൊന്നും ഇല്ല. അപ്പോൾ ഈ ഒരു രീതിയിൽ വേണം കിട്ടാനായിട്ട്. ഇനി നമുക്കൊരു 2 മിനിറ്റ് കൂടെ അടപ്പ് തുറന്ന് ഇതൊന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുകയല്ല, ഈ അടിയിലുള്ള ഒരു വെള്ളം കൂടി ഒന്ന് വറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ് 2 മിനിറ്റ് കൂടെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ടോട്ടൽ ഒരു 10 മിനിറ്റ് വെക്കുമ്പോഴേക്കന്നെ നമുക്കിത് ആ ഒരു വെള്ളമൊക്കെ വറ്റി കറക്റ്റ് ആ ഒരു രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്ക് 2 മിനിറ്റ് കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യാം. 2 മിനിറ്റ് കൂടെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ചിക്കനിലുള്ള വെള്ളമൊക്കെ മുഴുവനായിട്ട് വറ്റി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അടുപ്പിൽ നിന്ന് ഈ ഒരു ചട്ടി ഒന്ന് പുറത്തോട്ട് വെച്ചിട്ട് വേറെ ഒരു പാൻ ഇതിലോട്ട് വെച്ച് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് ഞാൻ ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ ഒരു എണ്ണ നന്നായിട്ട് ചൂടായിട്ട് നമുക്കിതിലേക്ക് വീണ്ടും 1 ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം അതൊന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ കൂടെ ഒന്ന് വെച്ച് കൊടുക്കാം. നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ മുഴുവനായിട്ട് ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് 2 മിനിറ്റ് കൂടുമ്പോഴൊക്കെ നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്താൽ മതി. അപ്പോഴേക്ക് ഈ ഒരു വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി വരും. വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കണം. അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് ഇതേപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കൂടെ ചേർത്തിട്ട് സെർവ് ചെയ്യാം. വീണ്ടും ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കൻ്റെ ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങി. ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പിലയും പച്ചമുളക് കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 കപ്പോളം കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പില കൂടുതൽ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ലൊരു ടേസ്റ്റാണ് നമ്മുടെ ഈ ഒരു ചിക്കന്. ആ കറിവേപ്പിലയുടെ പ്രത്യേക ആ ഒരു ടേസ്റ്റും ആ ഒരു സ്മെല്ലൊക്കെ നമ്മുടെ ചിക്കനിൽ നന്നായിട്ട് അങ്ങോട്ട് പിടിച്ച് കിട്ടും. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്യും പോലെ ചെയ്യുകയാണെങ്കിലും അതിലോട്ട് കുറച്ച് കറിവേപ്പില അവസാനം ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഇനി ഞാനിതിലേക്കൊരു 6 പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാനിവിടെ ചെറിയ പച്ചമുളകാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഒരു വലുതാണെങ്കിൽ ഒരു 3-4 എണ്ണം മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം 1 മിനിറ്റ് മാത്രം ഒന്ന് വെച്ചാൽ മതിയാവും. അതിന് ശേഷം നമുക്കിത് സെർവ് ചെയ്യാം.
1 മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് തന്നെ നമ്മുടെ കറിവേപ്പില അതേപോലെ പച്ചമുളകൊക്കെ ജസ്റ്റ് ഒന്ന് ആ ഒരു കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മുടെ ചിക്കൻ കിട്ടുക. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ല സോഫ്റ്റായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിക്കുന്നതിൻ്റെയും കുറച്ചുകൂടെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. കൂടാതെ നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് നമുക്ക് കാണാം. താങ്ക്